എല്ലാ നാവും പാടി വാഴ്ത്തും ആരാധ്യനാം യേശുവേ. എല്ലാ നാവും പാടി വാഴ്ത്തും ആരാധ്യനാം യേശുവേ. സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിരുന്നേ. സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിരുന്നേ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 18-ാമത് വാക്യം. താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും തൻ്റെ ജഡ മനസ്സിനാൽ വെറുതെ ചീർക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ആരും നിങ്ങളെ വിരുത് തെറ്റിക്കരുത് എന്നുള്ള അനുഗ്രഹീതമായ വാക്യമാണ്. പൗലോസ് കൊലോസ്യ വിശ്വാസികളെ ഓർമ്മപ്പെടുത്തി പറയുന്നത്, ഒരു വലിയ ദർശനത്തോടുകൂടി, ഒരു വലിയ കാഴ്ചപ്പാടോടുകൂടി, ഒരു പ്രതീക്ഷയോടുകൂടി നിങ്ങൾ മുന്നോട്ടോടിക്കൊണ്ടിരിക്കുകയാണെന്നും നിങ്ങൾ ചെന്നെത്തണമെന്നും നിങ്ങൾ കരസ്ഥമാക്കണമെന്നും ആഗ്രഹിച്ച് നിങ്ങൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ ലക്ഷ്യത്തിൽ നിന്ന്, ആ കാഴ്ചപ്പാടുകളിൽ നിന്ന്, ആ ആത്മീയ ആഗ്രഹങ്ങളിൽ നിന്ന് നിങ്ങളുടെ വിരുദിനെ തെറ്റിക്കത്തക്ക തലത്തിൽ നിങ്ങളുടെ മുൻപിലേക്ക് കടന്നു വരുന്ന ആളുകളെ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ പിന്നോക്കം പോകുവാനിടയായിത്തീരുമെന്ന് ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. സ്ഥിരമായി ചെയ്തു വരുന്ന ജോലിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതായ ഏലീശയോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഏലിയാവിൻ്റെ പിന്നാലെ കടന്നു പോകുവാനുള്ള ഒരു പ്രേരണ നൽകുകയുണ്ടായി. ആ പ്രേരണ തൻ്റെ അന്തരാത്മാവിനകത്ത് കടന്നു വന്ന ആഴമായ ഒരു താല്പര്യമായിരുന്നു ഏലിയാവിൻ്റെ മേലുള്ള ആത്മാവിൻ്റെ ഇരട്ടി പങ്കിനെ കരസ്ഥമാക്കണമെന്നുള്ള ആഗ്രഹമാണ്. അത് പ്രാപിക്കാൻ വേണ്ടി ഏലീശ നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഏലിയാവ് തന്നെ ഏലീശയോട്, നീ എന്നോടുകൂടെ പോരേണ്ട എന്നും നിനക്ക് എന്നോടുകൂടെ വരുവാൻ സാധ്യമല്ലെന്നും ബുദ്ധിമുട്ടേറിയ സ്ഥലങ്ങളിലേക്കാണ് ഞാൻ കടന്നു പോകുന്നതെന്നും ഒക്കെ പറഞ്ഞ് തൻ്റെ വിരുത് തെറ്റിക്കുവാൻ താൻ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന ഏലിയാവിൻ്റെ മേലുള്ള ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് ആ നിലകളിൽ പ്രാപിപ്പാൻ കഴിയാത്ത തലത്തിൽ തന്നെ തെറ്റിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവിടെയൊന്നും പരാജയപ്പെട്ടു പോകാതെ ലക്ഷ്യബോധത്തോടെ ഏലിയാവിൻ്റെ പിന്നാലെ മുൻപോട്ട് പോകുന്ന ഒരു ഏലീശയെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതേ നിലയിൽ തന്നെ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന പുതിയ നിയമ ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം നിത്യതയെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് മുൻപോട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ ലക്ഷ്യം വെക്കുന്ന നിത്യത പ്രാപിപ്പാൻ കഴിയാത്ത തലത്തിൽ നിങ്ങളുടെ വിരുത് തെറ്റിച്ച് നിങ്ങളെ സർവശക്തിയുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് അകലങ്ങളിലേക്ക് മാറ്റിക്കളയുവാൻ പരിശ്രമിക്കുന്ന നിരവധി വ്യക്തികളും ശക്തികളും സാഹചര്യങ്ങളും ഉണ്ടെന്നും അതൊന്നും നമ്മുടെ വിരുത് തെറ്റിപ്പോകുന്നതിന്
കാരണമായി തീരാതെ വിശ്വസ്തയോടെ നമ്മുടെ ക്രിസ്തീയ ജീവിത യാത്രയിൽ നമുക്ക് മുൻപോട്ട് പോകാൻ സാധിക്കേണ്ടതിന് നാം ഉത്സാഹിക്കുന്നവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരും പ്രയത്നിക്കുന്നവരുമായി തീരാം. അതിനെന്നെ കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ദൈവം കൃപ നൽകട്ടെ. കരുണയുള്ള ദൈവമേ, സ്വർഗസ്ഥ കർത്താവേ, ഞങ്ങളുടെ വിരുത് നഷ്ടപ്പെടുത്തിയവരായി തീരാതെ ഞങ്ങളുടെ വിരുദിനനുസരിച്ച് ഞങ്ങൾ ലക്ഷ്യബോധത്തോടെ മുൻപോട്ട് പോകുന്നവരായി തീരുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ദൈവം ഞങ്ങളെ സഹായിക്കുന്നത് കൊണ്ട് സ്തോത്രം. ഏറിയ അനുഗ്രഹം ദൈവവചനം കേട്ടവരുടെ മേൽ പകരണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.